ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മളിപ്പോൾ ഉള്ളത് പോപ്പുലർ നെക്സയുടെ പാലാരിവട്ടത്തുള്ള ഷോറൂമിലാണ്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന നമ്മുടെ ഷോറൂമാണ്. അപ്പോൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പുതിയ ഗ്രാൻഡ് വിറ്റാറയാണ് എൻ്റെ ഈ ഫ്രണ്ടിൽ കിടക്കുന്നത്. ഇതിപ്പം 2025 ഗ്രാൻഡ് വിറ്റാറ. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കിനും വലിയ മാറ്റങ്ങളൊന്നുമില്ല. സെയിം നമ്മുടെ ആ ഒരു എക്സിസ്റ്റിംഗ് മോഡൽ പോലെ തന്നെയാണ് വന്നേക്കുന്നത്. മെയിൻ മാറ്റങ്ങൾ വന്നേക്കുന്നത് നമുക്ക് സൈഡ് ഡിസൈനിലേക്കാണ്. സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കിനും പ്രധാന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ അലോയ് വീൽസ് മാറിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പുതിയ പാറ്റേൺ ആണ്, ആ ഡിസൈൻ പാറ്റേൺ ഒക്കെ ഫുള്ളി മാറി. ഡയമണ്ട് കട്ട് ഫിനിഷ് തന്നെയാണ് വന്നേക്കുന്നത്. കുറച്ചുകൂടെ നല്ല സ്പോർട്ടി ഫീൽ തരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് എക്സ്റ്റീരിയറിലേക്ക് വേറെ മാറ്റങ്ങളൊന്നും നമുക്ക് പഴയ മോഡലുമായിട്ട് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ബാക്കിലേക്ക് വന്നാലും ഡിസൈൻ ചേഞ്ചസിലോ അല്ലെങ്കിൽ വേറെ മാറ്റങ്ങളൊന്നും നമുക്ക് ബാക്കിലാണെങ്കിലും ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇനിയിപ്പോൾ മാറ്റങ്ങൾ എവിടെയാണ് വന്നേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്റീരിയറിലാണ് മെയിനായിട്ടും കുറേ മാറ്റങ്ങൾ വന്നേക്കുന്നത്. കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. യെസ്, അപ്പോൾ നമുക്കിനിയിപ്പം ഈ ഇന്റീരിയറിലെ ഒരു പ്രധാന മാറ്റങ്ങൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡ്രൈവർ സൈഡ് 8-way പവർ അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്, ഉണ്ടല്ലേ. പിന്നെ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്കൊരു എയർ പ്യൂരിഫൈങ് സിസ്റ്റം വന്നിട്ടുണ്ട് ഇതിനകത്ത്. ഒരു ഇത് വന്നിട്ട് പിന്നെ നമുക്കിപ്പോൾ ഗ്രാൻഡ് വിറ്റാറയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് 6 എയർ ബാഗ്സ് നമുക്ക് എല്ലാ വേരിയൻറ്റിലും ബേസ് വേരിയൻറ്റ് മുതൽ തന്നെ ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നമുക്ക് കണ്ട് ഇവിടെ ബാക്കിൽ ഇവിടെ നമുക്കൊരു സൺബ്ലൈൻസ് നമുക്ക് മാനുവലി ഉയർത്തി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു സൺബ്ലൈൻസ് കൂടെ നമുക്ക് ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റും കൂടെ നമുക്കിപ്പം ആ ഒരു വേരിയൻറ്റിലും കൂടെ നമുക്കിപ്പോൾ സ്ട്രോങ് ഹൈബ്രിഡ് അവൈലബിൾ ആണ്. നേരത്തെ നമുക്ക് സീറ്റ ആൽഫ എന്ന് പറയുന്ന 2 ടോപ്പ് എൻഡ് വേരിയൻറ്റുകൾ മാത്രമായിരുന്നു നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റിലും കൂടെ സ്ട്രോങ് ഹൈബ്രിഡ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ വെഹിക്കിളിൻ്റെ നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡ് ഓപ്ഷൻസും അതെല്ലാം അങ്ങനെ തന്നെ റിട്ടേൺ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇത്രയാണ് നമുക്കിപ്പം നിലവിൽ ഒരു ആഡ് ഓൺ ആയിട്ട് വന്നേക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ബാക്കി അല്ലാതുള്ള ഇന്ത്യയിലുള്ള വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പിന്നെ നമുക്കിതിപ്പം സീറ്റ വേരിയൻ്റ് ആണ് കിടക്കുന്നത്. നമുക്കിപ്പം ഇതിൽ നമുക്ക് സൺറൂഫ് വരുന്നില്ല. ബാക്കിയൊക്കെ നേരത്തെ നമുക്ക് പാനോറമിക് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അതൊക്കെ അതേപോലെ തന്നെ തുടരുന്നുണ്ട്. പിന്നെ ഇത്രയും ഫീച്ചേഴ്സാണ് കുറച്ചുകൂടെ ആഡ് ഓൺ ആയി വന്നിരിക്കുന്നത്. ഇപ്പോൾ ബേസ് വേരിയൻ്റ് പോലെ തന്നെ നമുക്ക് 6 എയർ ബാഗ്സ് എന്നൊക്കെ പറയുന്നത് നല്ലൊരു ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ഗ്രാൻഡ് വിറ്റാറ നോക്കുന്നവർക്ക് ഈ മാസം എന്തൊക്കെയാണ് നമുക്ക് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ, അല്ലാതെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഇവിടുത്തെ നമ്മുടെ എക്സിക്യൂട്ടീവ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ആയിട്ടുള്ള സുജിത്താണ് നമ്മളോട് ഇന്നിപ്പോൾ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ സുജിത്ത്, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മാസത്തെ ഗ്രാൻഡ് വിറ്റാറ പ്ലാൻ ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്? നമുക്കിപ്പോൾ ഈ മാസം സമ്മർ എക്സ്പോ നടക്കുകയാണ് നമ്മുടെ ഷോറൂമിൽ. അപ്പോൾ വരുമ്പോഴേക്കും 1,35,000 പ്ലസ് എക്സ്റ്റൻഡഡ് വാറണ്ടിയാണ് നമുക്ക് ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഇപ്പോൾ സ്കീം. അതൊരു അടിപൊളി ഓഫേഴ്സ് ആണല്ലോ അല്ലേ? തീർച്ചയായിട്ടും 75,000 നമുക്ക് കൺസ്യൂമർ സ്കീം വരുന്നുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ബോണസ് 70,000 വരെ ഈ മാസം കൊടുക്കുന്നുണ്ട്. കൂടാതെ കോർപ്പറേറ്റ് ബെനിഫിറ്റ് അങ്ങനെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ എക്സ്റ്റൻഡഡ് വാറണ്ടി പറയുന്നത് 5 ഇയർ അല്ലേ വരുന്നത്? എക്സ്റ്റൻഡഡ് വാറണ്ടി 5 years ഫ്രീ ആണ്. സോ ഹൈബ്രിഡ് വെഹിക്കിൾസിന് എല്ലാത്തിനും ഫ്രീ ആണല്ലേ? അപ്പോൾ ഈ ഞാൻ ചോദിക്കുന്നത് ഈ നമുക്ക് ഇതിന്റെ ഒരു സ്പ്ലിറ്റ് അപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ബോണസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? എക്സ്ചേഞ്ച് ബോണസ് വരുന്നത് 50,000 വരെ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്. പ്ലസ് നമുക്കൊരു 20,000 അഡീഷണൽ ഉണ്ട്. എന്ന് പറയുമ്പോഴേക്കും മാരുതി വെഹിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 20,000 കിട്ടും. അല്ല ഇനി XUV വെഹിക്കിൾസ് എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് 20,000 കിട്ടും. അതായത് ഇപ്പോൾ ഒരു മാരുതി ബ്രസ ഒക്കെ ഉള്ള ഒരാൾക്ക് എക്സ്ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് കിട്ടും. അതെ, 70,000 വരെ നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടും അല്ലേ? അതൊരു നല്ലൊരു ഓഫറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ വേറെ ചോദിച്ചോട്ടെ, ഈ ഇപ്പം നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് വിറ്റാറ നോക്കുന്ന ഒരാൾ ഒരു ബേസ് വേരിയന്റ് എത്ര വരും നമുക്ക്? നമുക്ക് ഗ്രാൻഡ് വിറ്റാറ സിഗ്മ ബേസ് മോഡൽ വരുമ്പോഴേക്കും 11,90,000 ആണ് നമുക്ക് വരുന്നത് അല്ലേ? എക്സ്ഷോറൂം വരുന്നത് അല്ലേ? ഈ നമ്മളിപ്പം ഈ വീഡിയോയിൽ ഇപ്പം എക്സ്ഷോറൂം പറഞ്ഞ എന്താ വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പൊ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് അതിലേക്ക് വരുമ്പോഴത്തേന് എപ്പോഴും ഒരു അല്ലേ ഒരു ഡിഫറൻസ് വരും അല്ലേ? അപ്പൊ പിന്നെ അത് തന്നെ അല്ല, ഒരു കസ്റ്റമർ അനുസരിച്ച് ഇവർക്ക് അല്ലേ മാക്സിമം നിങ്ങൾക്ക് ഒരു ഓഫേഴ്സ് കുറച്ചുകൂടെ കൂടുതൽ കൊടുക്കാം. ഇപ്പൊ നമ്മളൊരു വീഡിയോയിൽ ഒരു എമൗണ്ട് പറഞ്ഞാലും അല്ലേ
അതിലൊരു മാറ്റം വരാനുള്ള ചാൻസസ് കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനൽ മെൻഷൻ ചെയ്ത് വിളിച്ചു കഴിഞ്ഞാൽ ഒരു അല്ലേ ബെറ്റർ ഒരു പാക്കേജ് അവർ കൊടുക്കത്തില്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഈ വെഹിക്കിൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പോപ്പുലർ നെക്സയുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.